നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ അക്രമം അഴിച്ചുവിട്ടതാര്? വലിയ രീതിയിലുള്ള ചർച്ചകളും പ്രതിഷേധവുമാണ് സംഭവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പൊതുജനങ്ങൾ ചോദിക്കുന്നതാണ്, വേദനിക്കുന്നുണ്ടോ മന്ത്രി? വേദനിക്കും. ആരാണെങ്കിലും എന്തെങ്കിലും ഉപദ്രവമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് വേദനിക്കും. ഈ വേദനയിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്തിനാണ് നിങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയർന്നതെന്ന്. ഇത്രയും കാലം പല ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള റിപ്പോർട്ടുകൾ അതിലെടുക്കാത്ത നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു വേദന ഇന്ന് നിങ്ങൾക്ക് വന്നത് എന്ന് ഓർക്കണം. ഇനിയെങ്കിലും ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ക്യാപ്സ്യൂളുകൾ മാറ്റി ഇവിടെ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പരിഹാരമെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വേണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് വെറും ഒരു മന്ത്രി മാത്രമല്ല, ഒരു സഖാവ് കൂടെയാണെന്ന് ഓർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വീരവാദം അടിച്ചുകൊണ്ട് സൈബർ കമ്മികൾ രംഗത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അത്തരം ആളുകൾ രംഗത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതേ മന്ത്രിയെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ ഇതേ മന്ത്രിക്ക് നിർദ്ദേശം നൽകാനോ ആരും എത്താത്തത് എന്നുള്ളതും ചോദ്യമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഒരു വശത്ത് മറ്റുള്ളവരുടെ വേദന കണ്ട് സന്തോഷിക്കുന്നത് ശരിയല്ല എങ്കിൽ പോലും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വേദന കണ്ട് സന്തോഷിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സ്വന്തം മകളുടെ കൈ മുറിച്ചു കളഞ്ഞപ്പോൾ കാലിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് അവിടെ നിന്ന് കണ്ണ് പിഴുതെടുത്തപ്പോൾ അങ്ങനെ പലരുടെയും ജീവിതത്തിലുണ്ടായ മാറാത്ത വേദനകൾ, അതൊക്കെ ഇത്തരം മന്ത്രിയുടെ പ്രവർത്തനങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള നടപടി ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞനുഭവിച്ച വേദന ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്നുള്ള രീതിയിലാണ് ഓരോരുത്തരും പ്രതികരിക്കുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഈ ഒരു അപകടം അല്ലെങ്കിൽ ഇപ്പോൾ ആക്രമണം ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള പ്രതികരണം, അതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ കണ്ണൂരിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചോരയ്ക്ക് ചോര എന്നുള്ള രീതിയിൽ പാർട്ടിക്കാർ ഓരോരുത്തരും രംഗത്തേക്ക് വരുന്നു എന്നത് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യമന്ത്രിയോട് പ്രതിഷേധമറിയിച്ച് ഓരോരുത്തരും രംഗത്തേക്ക് വരുമ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. പോലീസ് സംവിധാനങ്ങൾ തനിക്ക് സെക്യൂരിറ്റി ആയിട്ട് വേണമെന്നില്ല, തനിക്ക് തൻ്റെ പാർട്ടി പ്രവർത്തകരൊപ്പമുണ്ടെങ്കിൽ അത്രയും ധൈര്യം എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം. ആ പ്രതികരണം യഥാർത്ഥത്തിൽ ഗുണ്ടാ സംഘം തങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുന്ന ഒരു സൂചനയല്ലേ എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിക്കെതിരെ ഒരു ആക്രമണം നടന്നിട്ടുണ്ട് എങ്കിൽ അത് തെറ്റ് തന്നെയാണ്. എങ്കിൽ ആ ആക്രമണം നടന്നത് തെറ്റാണ് എന്ന് മനസ്സിലായിട്ട് ഇപ്പോൾ അതേ പാർട്ടിക്കാർക്കെതിരെ പ്രതിഷേധവുമായിട്ട് ആക്രമണവുമായിട്ട് പാർട്ടി ഓഫീസുകൾ കത്തിക്കുന്ന തരത്തിൽ സഖാക്കന്മാർ വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? അവർ ചെയ്തത് തെറ്റാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതും തെറ്റാണ് എന്നുള്ള ബോധ്യം വേണം. എന്തായാലും പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ഒരു പാളിച്ച കൊണ്ടാണ് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം ഇപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. പരസ്പരം തമ്മിൽ തല്ലുകയും പോരെടുക്കുകയും ചെയ്യുകയാണ് വിദ്യാർത്ഥികളടക്കം. കണ്ണൂരിൽ KSU പ്രവർത്തകരുടെ കരിങ്കോടി പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റു എന്നുള്ള സംഭവത്തിൽ വ്യാപകമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ആക്രമണങ്ങൾ ഓരോന്നോരോന്നായി അരങ്ങേറുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. തലശ്ശേരി കോടിയേരി കല്ലിൽ താഴെ കോൺഗ്രസ് പാറൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് തീയിട്ടടക്കമുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓരോരുത്തരും ഓരോ വിഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് സമൂഹത്തിലെ സമാധാനത്തോടെയുള്ള ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. രണ്ട് പാർട്ടിക്കാരെ മാത്രമല്ല, ഈ സമൂഹത്തിൽ, ഈ കേരളത്തിൽ, ഈ ആരോഗ്യ വിഭാഗത്തിന് വിശ്വസിച്ച് ജീവിക്കുന്ന ഓരോ പൊതുജനങ്ങളുടെയും സ്വസ്ഥമായിട്ടുള്ള ജീവിതമാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ഓർക്കണം. എന്തായാലും കഴിഞ്ഞ ദിവസം വളരെ വലിയ രീതിയിലുള്ള ഒരു അതിക്രമം തന്നെയാണ് നടന്നത് എന്നുള്ള രീതിയിലാണ് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം KSU പ്രവർത്തകർ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചെന്നുള്ള ആരോപണം, അതിൽ കഴമ്പുണ്ടോ എന്നും ഇപ്പോൾ വലിയ രീതിയിൽ സംശയമുണ്ട്. CPM-ഉം SFI-യും കണ്ണൂരിൽ പ്രതിഷേധവുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുമ്പോഴും ആരോഗ്യമന്ത്രിക്ക് യഥാർത്ഥത്തിൽ എപ്പോഴാണ് ആക്രമണം നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ചോദ്യം. ആരോഗ്യമന്ത്രിക്ക് കഴുത്തിനും കൈക്കുമൊക്കെ പരിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന് ഫോട്ടോകൾ പുറത്തു വരുമ്പോൾ അതേ പാടുകൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ്
പുറത്തുവിട്ട ചില സോഷ്യൽ മീഡിയയിലുള്ള ആരോഗ്യമന്ത്രിയുടെ ചിത്രങ്ങളിലും ഉണ്ട് എന്നുള്ള പരാമർശവും കൂടെ വരുമ്പോൾ ആ ആക്രമണം നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ പരിക്കേറ്റിരിക്കുന്നത് ഇത്തരത്തിൽ പ്രതിഷേധക്കാരുടെ കയ്യിൽ നിന്നാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ SFIയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. SFI നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ DCC ഓഫീസിന് നേരെ കല്ലേറും തീവെക്കലും ഒക്കെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഓഫീസിൽ ഉണ്ടായിരുന്ന നേതാക്കൾ ഉൾപ്പെടെ 5 പേർക്കോളം കഴിഞ്ഞ ദിവസം പ്രതിഷേധത്തിനിടെ പരിക്കേറ്റു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹനൻ, KSU സംസ്ഥാന സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് MK വരുൺ, BC അഖിൽ എന്നിവർക്കൊക്കെ പരിക്കേറ്റതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇവർ ചികിത്സ തേടിയിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രി 7:30 തുടങ്ങിയിട്ടുള്ള അക്രമാസക്തമായ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. സംസ്ഥാന വ്യാപകമായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ പ്രതിഷേധത്തിനിടെ കറുത്ത തുണി കൊണ്ട് കഴുത്തിന് മുറുക്കി എന്നുള്ള CPM ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ വാദം അത് ദൃശ്യങ്ങൾ പുറത്തു വരുന്നതോടെ പ്രതിരോധത്തിലാകുന്ന രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതും പറയേണ്ടി വരും. മന്ത്രിയുടെ തൊട്ടു പിന്നാലെ ഓടുന്ന കരിനീല വസ്ത്രധാരി പ്രതിഷേധക്കാരനല്ല എന്നും മന്ത്രിയുടെ ഗൺമാൻ MS അഭിലാഷ് ആണ് എന്നും വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾക്ക് ഇടം പിടിക്കുന്നത്. മന്ത്രിയെ KSU പ്രവർത്തകർ ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേൽപ്പിക്കുന്നു എന്നതായിരുന്നല്ലോ FIR-ൽ ആദ്യമായിട്ടുള്ള ആരോപണം. എന്നാൽ ഇതിനു പിന്നാലെ പ്രതിഷേധക്കാർ കറുത്ത തുണി കൊണ്ട് മന്ത്രിയുടെ കഴുത്തിൽ മുറുക്കി എന്ന് MV ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷേ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ പരിശോധിക്കപ്പെടുമ്പോൾ മന്ത്രിയുടെ തൊട്ടു പിന്നാലെ കരിനീല സഫാരി സ്യൂട്ട് ധരിച്ച ഒരാളാണ് ഓടുന്നതായി കാണാൻ സാധിക്കുന്നത്. ഇത് മന്ത്രിയെ സംരക്ഷിക്കാൻ ഓടിയെത്തുന്ന ഗൺമാൻ അഭിലാഷ് ആണെന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുകയാണ്. ഇടത് സൈബർ വിങ്ങുകൾ ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പ്രതിഷേധക്കാർ മന്ത്രിയെ മർദ്ദിക്കുന്നു എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും യാഥാർത്ഥ്യം തേടിയുള്ള പരിശോധനകൾ തുടരുകയാണ്. യഥാർത്ഥത്തിൽ ഗൺമാൻ മന്ത്രിയെ സുരക്ഷിതയാക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആക്രമണ സമയത്തുണ്ടായ ദൃശ്യങ്ങൾ എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും പ്രതിഷേധക്കാർ മന്ത്രിക്ക് അരികിലേക്ക് ഓടിയെത്തിയെങ്കിലും ദൃശ്യങ്ങളിൽ എവിടെയും മന്ത്രിയെ നേരിട്ട് മർദ്ദിക്കുന്നതോ കഴുത്തിന് പിടിക്കുന്നതോ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നതും വ്യക്തമാണ്. മന്ത്രിക്ക് അത്രയും അടുത്ത് KSU പ്രവർത്തകർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ KSU പ്രവർത്തകരൊക്കെ പറയുന്നത്. ഗൺമാൻ മന്ത്രിക്ക് പ്രതിരോധം തീർത്ത് ഒപ്പം നീങ്ങുന്ന വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. മന്ത്രിയെ ആക്രമിക്കുന്ന തരത്തിലൊരു തെളിവുള്ള പുറത്തു വന്നിട്ടുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും മന്ത്രിയെ സംരക്ഷിക്കാൻ ഗൺമാൻ നീങ്ങുന്നതിനെയാണ് മർദ്ദനമായി ചിത്രീകരിക്കുന്നത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ മന്ത്രി കാണിച്ചുവിട്ടിരിക്കുന്നതൊക്കെ ഒരു നാടകമാണോ എന്നുള്ള സംശയവും നിലനിൽക്കുകയാണ്. ആശുപത്രിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടനടിയെത്തി എന്താണ് സംഭവിച്ചത് എന്നുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുകയാണ്. ഇതേ സമയത്ത് പൊതുജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ഒന്ന് വിളിച്ച് കാര്യം അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് സാധിച്ചിരുന്നു എന്നുള്ള ചോദ്യം. നമുക്കറിയാം, കത്രിക വയറിൽ കുടുങ്ങി എന്ന് പറഞ്ഞ സമയത്ത് 5 വർഷമായിട്ട് ചികിത്സാ പിഴവ് മൂലം ചികിത്സാ അശ്രദ്ധ മൂലം ഒരു സ്ത്രീയുടെ വയറിൽ കത്രിക കിടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്താണ്? അയ്യോ, 5 വർഷമൊന്നും കത്രിക വയറിൽ കിടന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്ന്. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജും ഏറ്റുപിടിക്കുകയുണ്ടായി. അന്നില്ലാത്ത വേദന, അവർക്കില്ലാത്ത വേദനയാണോ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് ഉള്ളത് എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതായാലും മന്ത്രിയുടെ കഴുത്തിന് പരിക്കേറ്റു എന്നും അത് പ്രതിഷേധക്കാർ ആയുധം ഉപയോഗിച്ച് ചെയ്തതാണ് എന്നും വരുത്തി തീർക്കാനാണ് ഇടത് സൈബർ കേന്ദ്രങ്ങൾ ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരണം നടത്തുന്നത് എന്നുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട്. എന്തായാലും ഇതിനിടയിലാണ് കരിനീല സഫാരി സ്യൂട്ട് ധരിച്ച ഗൺമാനെ കറുത്ത വസ്ത്രധാരിയായ പ്രതിഷേധക്കാരനായി തെറ്റായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ള വിലയിരുത്തൽ പുറത്തേക്ക് വരുന്നത്. ഇക്കാര്യം മുഖ്യധാര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് വിവരങ്ങൾ. ഇതോടെ FIR പോലീസിനും സർക്കാരിനും തിരിച്ചടിയായി മാറുന്നു എന്ന് ചുരുക്കം. ഗൺമാൻ തന്നെ നൽകിയ മൊഴിയിൽ വധശ്രമത്തിന് കേസെടുത്ത ഈ ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കോടതിയിൽ എങ്ങനെ നിലനിൽക്കാനാകുമെന്നുള്ള ചോദ്യവുമാണ് ഇതോടൊപ്പം ഉയരുന്നത്. അതേസമയം സംഭവം നടക്കുമ്പോൾ ഗൺമാൻ തൊട്ടടുത്തുണ്ടായിട്ട് മന്ത്രിയെ സംരക്ഷിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യവുമുണ്ട്. അതോ CPM ആരോപിക്കുന്ന രീതിയിലുള്ള മർദ്ദനം നടന്നിട്ടേ ഇല്ല എന്നുള്ളതാണോ ഇത്തരത്തിൽ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് എന്നുള്ള അന്വേഷണവും ഇനി വേണ്ടതുണ്ട് എന്നാണ് കേന്ദ്ര നേതൃത്വങ്ങൾ ആവശ്യപ്പെടുന്നത്. വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് KSU പ്രവർത്തകർ ആക്രമിക്കുന്നത് എന്ന് പറയുന്നത്. വീഡിയോ ദൃശ്യം
വ്യക്തമായില്ല എന്ന് റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്ന സാഹചര്യം, അതായത് തെളിവില്ല. സംഭവത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന് കീഴിൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് റെയിൽവേ പോലീസ് RPF എന്നിവരോടൊക്കെ തന്നെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനായി നടത്തിയ പരിശോധനയിലാണ് ഇത്തരം ദൃശ്യങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം പുറത്തുവരുന്നത്. സംഭവത്തിന് ശേഷം ആരോഗ്യമന്ത്രിയുടെ മൊഴിയെടുക്കാൻ റെയിൽവേ പോലീസ് ആശുപത്രിയിൽ എത്തിയെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇതിന് സാധിക്കുകയും ചെയ്തിട്ടില്ല. മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മൊഴിയെടുത്താണ് പോലീസ് കേസുമായി മുന്നോട്ട് പോകുന്നത്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നടന്ന ക്രമസമാധാന പ്രശ്നമായതിനാൽ റെയിൽവേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ രാത്രിയോടെ കണ്ണൂർ റെയിൽവേ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മന്ത്രിയുടെ മൊഴി നേരിട്ടെടുക്കാൻ കഴിയാതിരുന്നതിനാൽ നടപടി വൈകി എന്നാണ് അധികൃതരുടെ പക്ഷം. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഇതെല്ലാം യാഥാർത്ഥ്യമാണോ എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ തെളിവുകളുടെ കാര്യം തന്നെയാണ് പരാമർശിക്കപ്പെടുന്നത്. വീഡിയോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് അവിടെ മാധ്യമങ്ങളില്ലായിരുന്നു, മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ മീഡിയ പ്രവർത്തകർ ഇല്ലാത്തത് കൊണ്ട് ആക്രമിക്കുന്ന KSU പ്രവർത്തകർ തന്നെ വീഡിയോ എടുത്ത് പുറത്തുവിടും എന്നത് വിശ്വസിക്കരുത്, അങ്ങനെ കരുതിയിരിക്കരുത് എന്നുള്ള ന്യായീകരണങ്ങളാണ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ വീഡിയോ ഇല്ലാത്ത പക്ഷം അല്ലെങ്കിൽ അത് നേരിട്ട് കാണാത്ത പക്ഷം, തെളിവില്ലാത്ത പക്ഷം ആരോഗ്യമന്ത്രിയുടെ ഈ ഒരു ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ അക്രമം അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കിടെ ഇത്തരമൊരു സംഭവം ഉണ്ടായത് അതൊരു നാടകമാണെങ്കിൽ അതും വലിയ രീതിയിൽ തിരിച്ചടിയായി മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഇത്തരത്തിൽ വലിയ രീതിയിൽ കഴുത്തിൽ ക്ഷതമേറ്റ് ആശുപത്രിയിൽ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ ക്രമസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനടക്കം ഒരു സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആരോഗ്യമന്ത്രിക്ക് അക്രമം ഏറ്റ പശ്ചാത്തലത്തിൽ ഇപ്പോൾ VD സതീശന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നാണ് ഏറ്റവും അടുത്തായിട്ട് പുറത്തുവരുന്ന റിപ്പോർട്ട്. പ്രത്യേക സുരക്ഷയൊരുക്കാൻ 10 പേരടങ്ങുന്ന QRTA സംഘം പ്രതിപക്ഷ നേതാവിനെ അനുഗമിക്കുന്നതായിട്ടാണ് തീരുമാനം. അതായത് DYSP ചുമതലയേൽക്കുന്ന സുരക്ഷാ ചുമതല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പരിപാടി നടക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിപ്പിക്കാനാണ് തീരുമാനം. പുതുയുഗ യാത്ര ഇന്ന് ആലപ്പുഴ ജില്ലയിലെ 6 മണ്ഡലങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ KSU പ്രതിഷേധത്തിനിടെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് പരിക്കേറ്റതെന്നാണ് വിവരങ്ങൾ അല്ലെങ്കിൽ പറയപ്പെടുന്നത്. കരിങ്കൊടി പ്രതിഷേധത്തിനിടെ മന്ത്രിയുടെ കഴുത്തിന് കൈക്കും പരിക്കേറ്റിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് അല്ലെങ്കിൽ പുറത്തുവരുന്നത്. വന്ദേ ഭാരത് യാത്രയിൽ അതിന് തുടക്കം പോകുന്ന സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് പ്രതിഷേധം ഉണ്ടാകുന്നത്. ഔദ്യോഗിക വസതിയിൽ റീത്ത് വെച്ചതിനു ശേഷം പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് മന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ഇവർ ആസൂത്രിതമായിട്ട് എത്തുകയായിരുന്നു എന്നുള്ള ആരോപണവും നിലവിലുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് എതിരെ ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ KSU പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ചികിത്സാ പിഴവുകളെ കുറിച്ച് സംസാരിക്കുന്ന മാധ്യമ ശ്രദ്ധ ഒന്ന് പിന്നോട്ട് വലിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അത്തരത്തിലുള്ള ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണോ ഈ പൊറോട്ട നാടകം എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അത് ഇവിടുത്തെ ഭരണപ്പിഴവ് കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കൃത്യമായിട്ടുള്ള നടപടികൾ അത് വൈകിയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി എന്തായാലും അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുകയാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെ വിദഗ്ധമായിട്ടുള്ള പരിശോധന, ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിദഗ്ധമായിട്ടുള്ള പരിശോധന അത് മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വരുമെന്നാണ് സൂചന.